ജ്യോത്സ്യൻ്റെ തട്ടിപ്പുകളൊക്കെ മാറ്റി നിർത്തിയാലും ഇതിലുള്ള ശാസ്ത്രം നമ്മൾ അംഗീകരിക്കണം. ഒരു കാലഘട്ടത്തിലെ മനുഷ്യർ അവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാക്കിയെടുത്ത ശാസ്ത്രീയമായ ചില ധാരണകൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്തൊക്കെയാണ്? ദിക്കറിയണം, അല്ലേ? സമയം അറിയണം, പിന്നെന്താ, കാലം ഗണിക്കണം. ഷോർട്ട് പീരിയഡ്സ്, അതിന് നാൾ വേണം. ലോങ് പീരിയഡ്സ് ഗണിക്കണമെങ്കിൽ രാശി അറിയണം. അതല്ല, നിങ്ങൾക്ക് കാലം അറിഞ്ഞിട്ട് കൃഷിയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്താ ഞാറ്റുവേല അറിയണം. അങ്ങനത്തെ ഒത്തിരി അറിവുകൾ അവിടെയുണ്ട്. ഇത് പഴയ കഥ. പക്ഷേ പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം ഇതിനെയൊക്കെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിൽ വലിയ ഗവേഷണം നടത്തി. ഇതൊന്നും നമ്മുടേതല്ല കേട്ടോ പ്രധാന, ഈ ജാശിയൊന്നും. ഇത് ബാബിലോണിയക്കാർ കണ്ടെത്തി. ബാബിലോണിയ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നൊരു സംസ്കാരമായിരുന്നു. ഒരു സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ താരതമ്യേന കുറവായിരിക്കും. കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർക്ക് ഈ ദൈവത്തെ ഒന്നും ആവശ്യമില്ല. ദൈവത്തെ ആവശ്യം വരുന്ന എപ്പോഴാണ്? നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ്. അങ്ങനെ വിശ്വാസം, സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് ദൈവമൊന്നും അല്ല പ്രധാനം. അവരിതൊക്കെ ശാസ്ത്രീയമായിട്ടാണ് കണ്ടെത്തിയത്. കുറേ കഴിഞ്ഞപ്പം ബാബിലോണിയക്കാരുടെ ആക്രമണം വന്നു, അല്ല പേർഷ്യക്കാരുടെ ആക്രമണം വന്നു. അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ച് കീഴടക്കി ബാബിലോണിയെ. ഈ കാലഘട്ടം ആയപ്പോഴേക്കും അവർ പട്ടിണിയിലും അവരുടെ വ്യാപാര നഷ്ടവും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ആകാശത്തിലൊക്കെ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്.